നമസ്കാരം. ആദ്യമായി വേൾഡിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഫ്രൈഡ് റൈസിൻ്റെ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കായിട്ട് ഞാനൊരു മീഡിയം സൈസ് 10 ഉള്ളി എടുത്തിട്ടുണ്ട്. 2.5 കിലോ ഇറച്ചിയാണ് എടുത്തേക്കുന്നത്. ചിക്കൻ, ഒരു 3 പച്ചമുളക്, ഒരു 30 ഗ്രാം വെളുത്തുള്ളി, ഒരു 50 ഗ്രാം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വലുപ്പമുള്ള കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സ് അതിലിട്ട് കൊടുത്ത് ഗോൾഡൻ കളറായപ്പം കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഒരു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഈ സ്ലൈസ് ആക്കിയേക്കുന്ന ഒണിയനും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണേ. ഉപ്പ് ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടാനായിട്ട്. എന്നിട്ടൊരു 4 മീഡിയം സൈസ് തക്കാളിപ്പഴം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഈ ഉള്ളി മൂത്തോടനെ നമ്മൾ അതിനകത്ത് നല്ലതായിട്ട് വെളിച്ചെണ്ണയുണ്ട്, അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനിതൊന്ന് അടച്ചു വെച്ച് കഴിയുന്നുണ്ടേ ഇത് വേവുകയും ചെയ്യും. അതിലെ വെളിച്ചെണ്ണ മുകളിലേക്ക് തെളിയുകയും ചെയ്യും. ആ സമയത്ത് നമ്മളിത് തുറന്നിട്ട് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനതിലേക്ക് ഇട്ട് യോജിപ്പിച്ചു. അതിനുശേഷം നമ്മൾ ഒരു 2 സ്പൂൺ പൊടിച്ചു വെച്ചേക്കുന്ന മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. 2 സ്പൂൺ. നമ്മളിത് പൊടിച്ചതാണ്, വീട്ടിൽ പൊടിച്ചതാണ്. എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ പൊടിച്ച സാധനങ്ങൾ തന്നെയാണ്. ഇപ്പം മല്ലിയായാലും മുളകായാലും എല്ലാം നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ്. എന്നിട്ട് ഇതിട്ട് ഞാൻ ഇളക്കി കൊടുത്തു. ആ പച്ചമണം ഒന്ന് മാറിയുന്ന സമയത്ത് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത് വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതായതുകൊണ്ട് നമുക്കധികം മൂക്കേണ്ട കാര്യമില്ല, അത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. 1/2 സ്പൂൺ മതി. ഒരുപാട് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്താൽ. ഇത് കുഞ്ഞിനോടൊക്കെ കൊടുക്കാനായിട്ട് വലിയ എരിവ് വേണ്ട. എരിവുള്ള മുളക് ഞാനൊരു 1/2 സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറുന്ന ആ ഒരു സമയമായപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനപ്പം ചിക്കൻ പീസ് കഴുകാൻ നാരങ്ങാനീര് പുരട്ടിയാണ് വെച്ചത്. അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ കുറേ സമയം ഇത് അടച്ചു വെച്ച് അതിൻ്റെ ആ വെള്ളമൊക്കെ ഇറങ്ങി പറ്റി വന്ന സമയത്ത് ഞാൻ ഒരു 7 പിരിയൻ മുളക് വറുത്ത് പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർത്തു. എന്നിട്ട് ഒരു 1/2 ലിറ്റർ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അത് വേവാൻ വെച്ചു. ഇപ്പം ഞാനൊരു അരമുറി തേങ്ങ പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ട് ഞാൻ ഏകദേശം ഒരു 50 മിനിറ്റ് 1 മണിക്കൂറോളം ഇത് വേവാനായിട്ട് വെച്ചു. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തു. കടുക് വറുത്തതിന് ശേഷം നമ്മൾ മല്ലിയിലയും കൂടെ കൊടുക്കുവാണ്. അപ്പം ചിക്കൻ കറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.